ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നിങ്ങൾ കുരിശിന്റെ വഴി ചൊല്ലുക. കുരിശിന്റെ വഴി ഇഷ്ടം പോലെ കുരിശിന്റെ വഴി ചൊല്ലുക. കുരിശിന്റെ വഴി ചൊല്ലുന്നതനുസരിച്ച് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കിയോ? ഒരു കാര്യം അത് ശ്രദ്ധിച്ചോണേ. കുരിശിന്റെ വഴി ചൊല്ലുന്നതനുസരിച്ച് നമുക്ക് പൈശാചിക ശക്തികളെ അകറ്റിക്കളയാനുള്ള ഒരു കൃപ കൂടി വരും. അതായത് ഡെലിവറൻസ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് കുരിശിന്റെ വഴി ചൊല്ലുമ്പോ സാത്താൻ അടുക്കാൻ പറ്റില്ല. സാത്താൻ ഓടി, നമ്മ കാണുമ്പോ തന്നെ ഓടാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതങ്ങനെയാണ്. ഗബ്രിയേൽ അമോർത്ത് എന്ന് പറയുന്ന പിശാചിനെ ബഹിഷ്കരിച്ച മരിച്ചുപോയി പോപ്പ് എക്സോർസിസ്റ്റ് എന്ന് പറഞ്ഞ് മൂവിയൊക്കെ ഇറങ്ങിയത് അദ്ദേഹത്തിന്റെ ജീവിതം എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പോ ഈ പറയുന്ന അദ്ദേഹം ആരാണ്? നമ്മുടെ ഗബ്രിയേൽ അമോർത്ത്. അത് റോമിലെ ഔദ്യോഗിക എക്സോർസിസ്റ്റുകളുടെ ഒരാളായിരുന്നു, പിശാചിനെ ബഹിഷ്കരിക്കുന്ന അച്ഛൻ. അപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ബുക്കിന്റെ ടൈറ്റിൽ ഇതാണ്, ദ ഡെവിൾ ഈസ് അഫ്രെയ്ഡ് ഓഫ് മീ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിൽ. പിശാചിനെ എന്നെ പേടിയാണ്, അതാണ് പുസ്തകത്തിന്റെ ടൈറ്റിൽ. എനിക്ക് പിശാചിനെ പേടിയാന്നല്ല, അതാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. നമുക്ക് പിശാചിനെ പേടിയാന്നല്ല നമ്മൾ പറയണ്ടേ, എന്നെ പിശാചിന് പേടിയാണ്, എന്നെ പിശാചിന് പേടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോ, നമ്മളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ പിശാച് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്താ കാര്യം? പിശാച് നമ്മളെ പേടിയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ തടസ്സം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പേടിയാണ്. The devil is afraid of me. പറഞ്ഞേ, the devil is afraid of me. പറ, പിശാചിന് എന്നെ പേടിയാണ്. പറ, പിശാചിന് എന്നെ പേടിയാണ്. പറ, പിശാചിന് എന്നെ പേടിയാണ്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് the devil is afraid of me. അപ്പൊ ഈ പിശാചിന് പേടിയാവും. ആരെയാണെന്നറിയാം? കുരിശിന്റെ വഴി ചൊല്ലുന്നവരെ പിശാചിന് പേടിയാണ്. അങ്ങനെയത്. നീ കർത്താവിന്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നീ കർത്താവിന്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമിയിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുരിശിന്റെ വഴി ചൊല്ലിക്കോണം. യേശുവിന്റെ പീഡാനുഭവങ്ങൾ ധ്യാനിക്കുന്നതിന് വിലയുണ്ട്. നല്ല ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യമുണ്ട്. വളരെ കടുപ്പമായ പല വിഷയങ്ങളും ഒരാൾക്കും അത് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റാത്ത വിധമുള്ള കടുങ്കട്ടായ പല കൊടിയ പ്രശ്നങ്ങളോടുകൂടി ഇരിക്കുന്ന ദൈവമക്കൾ വരുമ്പോൾ ചിലപ്പോൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് യേശുവിന്റെ പീഡാനുഭവങ്ങളെ സ്നേഹവായ്പോടെ ധ്യാനിച്ച് കുരിശിന്റെ വഴി ചൊല്ലി കുറച്ചു നാൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ആളുകൾ ചെയ്തു കഴിയുമ്പോൾ മാനസാന്തരം ഇല്ലാത്ത ജീവിത പങ്കാളിക്ക് വലിയ മാനസാന്തരം കർത്താവ് കൊടുക്കുന്നു. ദുർമാർഗത്തിലേക്ക് പോയ മക്കളെല്ലാം തിരിച്ചു വരുന്നു. നാടുവിട്ടു പോയവരെ കണ്ടുകിട്ടുന്നു. കുടുംബത്തിലെ വഴക്കുകളും കലഹങ്ങളും ശമിക്കുന്നു. വളരെ വലിയ വിടുതലുകൾ ദൈവജനത്തിന് മേൽ ചൊരിയപ്പെടുന്ന അനുഭവങ്ങൾ അനവധി കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവിന്റെ പീഡാനുഭവത്തെ സ്നേഹത്തോടെ ധ്യാനിക്കുകയും യേശു കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്നും യേശുവിന്റെ കുരിശ് മരണത്തിലൂടെ എന്റെ എല്ലാ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയായി അവിടുന്ന് തന്നെ അർപ്പിച്ചുവെന്നും യേശുവിന്റെ കുരിശ് മരണത്തിലൂടെ എന്റെ എല്ലാ പാപങ്ങളും നീക്കം ചെയ്യപ്പെട്ടുവെന്നും എന്റെ യേശു എന്റെ രക്ഷകനാണെന്നും എന്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്ന് അംഗീകരിക്കുന്നുവോ അന്ന് സ്വർഗത്തിന്റെ വലിയ ശക്തി എന്റെ മേൽ ആവസിക്കും. ഒന്ന്, യേശു ക്രിസ്തു ജനിച്ചത് എന്റെ രക്ഷയ്ക്ക് വേണ്ടി കൂടിയാണെന്ന് വിശ്വസിക്കണം. 2, യേശു ക്രിസ്തു സഹിച്ചതും യേശു ക്രിസ്തു ഏറ്റെടുത്ത പീഡകളും എന്റെ പാപപരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് കൂടി ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ചുള്ള ധ്യാനം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വെളിപ്പെടുത്തൽ 369 ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? 1 വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന രക്തമൊലിപ്പിക്കുന്ന ചാട്ടവാർ അടികളെക്കാൾ വൈശിഷ്ട്യം എന്റെ പീഡാനുഭവത്തെ കുറിച്ച് 1 മണിക്കൂർ ധ്യാനിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും. ഒരു വ്യക്തി 1 വർഷം മുഴുവനും
ഒരു വലിയ ചമ്മട്ടി ഉണ്ടാക്കി തന്റെ മേൽ ഭീകരമായും തന്നെ തന്നെ അടിച്ച് തന്റെ ശരീരം മുഴുവൻ ചോര ഒലിപ്പിക്കുന്ന വിധം ചമ്മട്ടി കൊണ്ട് അടിച്ച് ഒരു വർഷം മുഴുവനും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഏറെ ദൈവകൃപ, ഏറെ രക്ഷയുടെ അനുഭവം ഒരു മണിക്കൂർ നേരം യേശുവിന്റെ പീഡാനുഭവത്തെക്കുറിച്ച്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ചിന്തപ്പെട്ട യേശുവിന്റെ രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് യേശു ദർശനത്തിൽ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ രക്തത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. എന്താണ് യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയുടെ പ്രത്യേകത? അത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ്? അവൻ ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിലും പിതാവായ ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളും യേശുവിന്റെ മേൽ ചുമത്തി. അവൻ പാപം ചുമക്കുന്ന കുഞ്ഞാടായി മാറി. അങ്ങനെ നമ്മുടെ പാപങ്ങൾ അവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്നു. നമ്മുടെ പാപങ്ങൾ അവന്റെ ശരീരത്തിന് മേൽ എടുത്തു വെച്ചപ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ പാപങ്ങളെ പ്രതി സഹിക്കേണ്ട ഓരോ വേദനയും യേശുവിന്റെ ശരീരത്തിൽ യേശു ഏറ്റെടുത്തു. യെശയ്യായുടെ പുസ്തകത്തിൽ 50-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ, അവൻ അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും കാണിച്ചു കൊടുത്തു. 129-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം, അവർ എന്റെ മുതുകിൽ നീളത്തിൽ ഉഴുതു, അവർ ഉഴവ് ചാലുകൾ കീറി. ഒരു പൂട്ടി മറിച്ച കണ്ടം പോലെ, വയല് പോലെ യേശുവിന്റെ ശരീരം ചമ്മട്ടിയടികളാൽ തകർന്ന ശരീരമായി മാറി. ശിരസ് മുതൽ പാദം വരെ അവൻ ചോരയിൽ കുതിർന്നവനായി. അവൻ കുരിശിൽ കടന്ന് പടഞ്ഞു പടഞ്ഞു മരിച്ചപ്പോൾ അവന്റെ മനസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. പാപത്തിൽ നശിക്കുന്ന ഓരോ ആത്മാക്കളും ഉണ്ടായിരുന്നു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി കൂടി ചിന്തപ്പെട്ട രക്തമാണ് യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തത്തെ കുറിച്ച് പ്രഘോഷിക്കുന്നിടത്ത്, യേശുവിന്റെ പീഡാനുഭവത്തെ കുറിച്ച് പ്രഘോഷിക്കുന്നിടത്ത് സാത്താൻ തകരുന്നു, അന്ധകാരങ്ങൾ വിട്ടുപോകുന്നു, നിത്യരക്ഷ അനുഭവം കർത്താവ് കൊടുക്കുന്നു. യേശുവിന്റെ രക്തത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. തിരു രക്തത്തെക്കുറിച്ച് പറയുന്നതും തിരു രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും വിലയുണ്ടെന്ന് നിരവധി സംഭവങ്ങളിലൂടെ യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord.